നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 28 തിങ്കൾ 2025. വാർത്തകളിലേക്ക്. ചാണ്ടിഘട്ടിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധം. കാത്തോലിക്ക കന്യാസ്ത്രീകൾ ആഗ്രയിൽ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കായി 3 പെൺകുട്ടികളെയും ഒരു ആദിവാസി യുവാവിനെയും കൊണ്ടുപോകുമ്പോൾ ചാണ്ടിഘട്ടിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളികളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന എന്നിവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കള്ളക്കേസുണ്ടാക്കിയാണ് ജയിലിലടച്ചത്. ബജ്രംഗദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആണ് പോലീസ് നടപടി ഉണ്ടായെന്നാണ് ആരോപണം. ചാണ്ടിഘട്ടിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ബജ്രംഗദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രവർത്തകർ ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ. കന്യാസ്ത്രീകളുടെ ബാഗുകളും ബജ്രംഗദൾ പ്രവർത്തകർ പരിശോധിച്ചാണ് വിവരം. ചാണ്ടിഘട്ടിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് CBCI കേസ് കെട്ടിച്ചമച്ചാണെന്ന് പറഞ്ഞ CBCI പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ആവർത്തിക്കുന്ന സംഭവങ്ങൾക്ക് മൂലം ഉത്തരേന്ത്യയിൽ സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണെന്നാണ് ആരോപണം. ചാണ്ടിഘട്ടിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചുവെന്നു അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക. നിരന്തരമായി ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണെന്നും ചാണ്ടിഘട്ട് സർക്കാരിന്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക പറഞ്ഞു. ചാണ്ടിഘട്ടിൽ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംഘപരിവാർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്നും ചാണ്ടിഘട്ടിൽ തടവിലാക്കിയ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ചാണ്ടിഘട്ടിലെ BJP സർക്കാരിന്റെ നടപടി അങ്ങേറ്റം പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. രാജ്യത്തുടനീളം BJPയും സംഘപരിവാരങ്ങളും നടത്തുന്ന ക്രൈസ്തവ വേട്ടയുടെ തുടർച്ചയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ചാണ്ടിഘട്ടിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ചാണ്ടിഘട്ടിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിരപരാധികളെ സംരക്ഷിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മലയാളികളായ 2 കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അടിയന്തരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. CPMലും വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശിച്ച് തുടർന്നാണ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയെന്ന് മുതിർന്ന CPM നേതാവ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തി. VSന്റെ വിയോഗശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം എടുത്തിട്ട പിരപ്പൻകോട് മുരളിയെ CPM നേതൃത്വം നേരിടുന്നതിനിടെയാണ് പുതിയ തുറന്നു പറച്ചിൽ. ക്യാപിറ്റൽ പണിഷ്മെന്റ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി V ശിവൻകുട്ടി. ആലപ്പുഴ സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും അന്ന് അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു വനിതാ നേതാവും ഇങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല. പാർട്ടിയുടെ സീനിയർ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും പാർട്ടിയിലുള്ള എല്ലാവരും നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. VS അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആരും ഉയർത്തിയിട്ടില്ലെന്ന് യുവ വനിതാ നേതാവ് ചിന്തോ ജെറം. ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്നും ചിന്തോ ജെറം പ്രതികരിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റുകൾ നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യത്തെ ഒഴിവാക്കേണ്ടി വരുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കോൺഗ്രസ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലൂർ രവിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരം DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലൂർ രവി രാജിവെച്ചോടെയാണ് N ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വീണ്ടും രൂക്ഷ വിമർശനമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്നും വെള്ളാപ്പള്ളിയുടെ ചില പദപ്രയോഗങ്ങൾ ഒട്ടും നിലവാരമുള്ളതല്ലെന്നും കോൺഗ്രസ് നേതാവ് KC ജോസഫ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് VD സതീശൻ കൈ ഉയർത്തി സംസാരിച്ചതെന്നും പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും ദൈവമല്ലെന്നും പിണറായിക്ക് മുന്നിൽ കൈകുപ്പി നിൽക്കേണ്ടിവർക്ക് അങ്ങനെ ആകാമെന്ന് പറയേണ്ടത് മൂർച്ചയുള്ള വാക്കുകൾ പറയുക തന്നെ ചെയ്യുമെന്നും KC ജോസഫ് കുറിച്ചു. ജനഹിതം മാനിക്കാൻ ഗവർണർമാർ തയ്യാറാവണോ എന്ന PS ശ്രീധരപിള്ളയുടെ പ്രസ്താവന മന്ത്രി V ശിവൻകുട്ടി സ്വാഗതം ചെയ്തു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമാണ് യഥാർത്ഥത്തിൽ ജനഹിതം പ്രതികരിക്കുന്നതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് ഗവർണർ എന്ന വസ്തുത അംഗീകരിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴ ശക്തമായതിനു പിന്നാലെ പത്തനംതിട്ട കക്കി ഡാമിൽ ഓറഞ്ച് അലർട്ട്. പമ്പാ നദിയുടെയും കക്കാട്ടിന്റെയും ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്.
പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴികളും വെള്ളക്കെട്ടുള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി നൽകി. കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ അബ്ദുൽ സത്താറിനെ ജയിൽ DIG സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചതിന് വകുപ്പിന് മാനക്കേടുണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തുവെന്നും ജയിൽ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ. RSS നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ സംസ്ഥാനത്ത് 4 സർവകലാശാല VC-മാർ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരള സർക്കാർ ശക്തമായി അപലപിക്കുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരട് വോട്ടർ പട്ടികയിൽ പുതിയ വാർഡുകൾക്ക് പുറത്തുള്ളവരും ഉൾപ്പെട്ടതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഇത്തരത്തിലുൾപ്പെട്ട വോട്ടർമാരുടെ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കുള്ള കമ്മീഷൻ നിർദ്ദേശം. PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ച് അണ്ണട്ടിന്റെ വിശദീകരണം പച്ചക്കള്ളമെന്ന് രമേശ് ചെന്നിത്തല. ശശി തരൂർ അനുഭവിക്കുന്നത് ഉയരം കൂടിപ്പോയതിന്റെ പ്രശ്നം എന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ശരാശരിക്കാരൻ മാത്രം മതിയെന്ന കാഴ്ചപ്പാടാണ് മലയാളിക്കെന്നും ഒരാൾ കുറച്ച് ഉയർന്നാൽ വെട്ടിക്കളയുമെന്നും തരൂരിനെ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭയിൽ തുടർച്ചയായി 25 വർഷക്കാലം അംഗമാക്കിയതിന് പത്തനാപുരത്ത് ജനതയുടെ ഫേസ്ബുക്കിൽ നന്ദി പറഞ്ഞു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇക്കാലം അത്രയും എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽക്കരിച്ച് അചഞ്ചലമായ സ്നേഹവിശ്വാസങ്ങൾ അടിവര ഇട്ട് ഉറപ്പിച്ച് എനിക്ക് കൂട്ടായി കരുത്തായി ചേർത്ത് പിടിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഈ അംഗീകാരമെന്നും കൃതാർത്ഥതയോടെ സ്മരിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ശക്തമായ നടപടികളിലൂടെ ഈ സൈബർ ആക്രമണത്തിന് അറുതി വരുത്താനും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മലയോര മേഖലയിലെ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകി പൊതുവിതരണ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി തുടങ്ങി 7ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 5,85,590 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങളാണ് ജില്ലയിൽ ഇതുവരെ വിതരണം ചെയ്യുന്നതാണ് കണക്കുകൾ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി മുതിർന്ന സംവിധായകൻ K. മധു നിയമിതനായി. ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സംവിധായകൻ ഷാജി N. കരന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് നിയമനം. 3 മാസത്തിനുപ്പുറമാണ് നിയമനം. പത്തനംതിട്ട കോയപ്പുറം നെല്ലിക്കൽ പുഞ്ചയിൽ വള്ളം മറിഞ്ഞു 2 യുവാക്കൾ മരിച്ചു. 3ാമത്തെ ആളെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. കിടങ്ങൂർ സ്വദേശി രാഹുൽ CN, നെല്ലിക്കൽ സ്വദേശി മിഥുൻ M എന്നിവരാണ് മരിച്ചത്. ഇവരുടെ സുഹൃത്ത് തിരുവല്ല സ്വദേശി ദേവശങ്കറിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം നടന്നത്. തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച വരുത്തിയ KSB ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞ് നടപടി വേണമെന്ന് വൈദ്യുത മന്ത്രി. ആർക്കുമേരെ നടപടിക്ക് ശുപാർശയിലായിരുന്ന KSB ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് തള്ളിയാണ് മന്ത്രിയുടെ ഇടപെടൽ. നെടുമാട് റോഡിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 19-കാരൻ അക്ഷയുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപയുടെ ചെക്ക് KSB കുടുംബത്തിന് കൈമാറി. മുൻപ് 25,000 രൂപയുടെ അടിയന്തര സഹായം നൽകിയിരുന്ന KSB തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക കൈമാറുകയായിരുന്നു. റോഡിൽ ഒടിഞ്ഞു വീണ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് അപകടം ഉണ്ടായത്. കൊല്ലം പത്തനാപുരത്ത് ക്ലിനിക്കിൽ കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതിന് പതിവാക്കിയ ഭർത്താവ് ഭാര്യയെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊന്ന ശേഷം ജീവനൊടുക്കി. കൊല്ലം ഏരൂരിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത്. ചാഴിക്കുളം നിരപ്പിൽ സ്വദേശി റജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.